ഞങ്ങൾ ഇവിടെ വന്നിട്ട് 4 മണിക്കൂറോളമായി പാപ്പയെ അവസാനമായി കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നിരവധിയായിട്ട് ആൾക്കാർ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഇപ്പം വരെയുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുവാണെങ്കിൽ 35,000-ഓളം ആൾക്കാർ വന്നു പോയെന്നാണ് പറയുന്നത്. ഇനിയും ഇന്ന് 12 മണി വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നു. 4 മണിക്കൂറോളമായി ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ നീണ്ട നിരയാണ് ഇവിടെ നിൽക്കുന്നത്. പാപ്പയെ കണ്ടിട്ട് പോകാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ പാപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ 6 വർഷത്തോളം പാപ്പയുടെ സ്ഥാപനമായ വത്തിക്കാൻ റേഡിയോയിൽ ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ പാപ്പയുടെ പല സന്ദേശങ്ങളും, പാപ്പയുടെ വചന സന്ദേശങ്ങളും അതുപോലെ തന്നെ ത്രികാല പ്രാർത്ഥനയുടെ സന്ദേശങ്ങളൊക്കെ എഴുതാനും ലോകത്തിൽ അറിയിക്കാനും സാധിച്ചതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. അതിലൂടെ പാപ്പയെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പറ്റി. പാപ്പയെക്കുറിച്ച് ലോകം പറയുന്നത് പോലെ പാപ്പ പാവങ്ങളുടെ പിതാവായിരുന്നു. പാപ്പ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നത്, ദാരിദ്ര്യം എന്നത് ഒരു സ്കാൻഡലാണ്, പക്ഷേ ദരിദ്രർ സ്വർഗത്തിലേക്ക് നമ്മെ സഹായിക്കുന്ന പാസ്പോർട്ടാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പാപ്പ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ വലിച്ചെറിയൽ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, അതിനെക്കുറിച്ച് വിരൽ ചൂണ്ടിക്കൊണ്ട് സഭ അതിന് വിപരീതമായിട്ടുള്ള ഒരു സംസ്കാരം എടുക്കണമെന്ന് പാപ്പ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സഭ ദരിദ്രരെ ഒത്തിരി ആശ്ലേഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു പാപ്പ. അതുപോലെ തന്നെ ദരിദ്രനെ സഹായിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സഹായിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പാപ്പയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാപ്പ എന്തുകൊണ്ടാണ് കുടിയേറ്റക്കാരെ ഇത്രയധികം സ്നേഹിച്ചതെന്ന് പറയാൻ പറ്റും. കാരണം ഒരു കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മകനായതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും, കുടിയേറ്റത്തിൻ്റെ എല്ലാ നോവുകളും അനുഭവിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ കുടിയേറ്റക്കാർ അനുഭവിക്കുന്ന എല്ലാ വേദനകളും പാപ്പയ്ക്ക് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാപ്പ ഒരു പ്രത്യേക വിഭാഗക്കാരെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതക്കാരെയോ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്തെന്നുള്ള അപവാദങ്ങൾക്ക് വിപരീതമായി പാപ്പ എടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നു. അതിൽ പാപ്പ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പിന്നെ മറ്റ് പാപ്പാമാരെ പോലെ അല്ലാതെ പാപ്പ കൊടുത്ത ആ സ്പിരിച്വൽ ടെസ്റ്റ്മെൻ്റ് ഒക്കെ ഒരുപാട് പ്രചോദനം നൽകിയതാണ്. കാരണം മറ്റ് പാപ്പാമാരെ പോലെ അടക്കം ചെയ്യുന്ന ഒരു രീതിയല്ല പാപ്പ സ്വീകരിച്ചത്. വത്തിക്കാനിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ തണലിൽ താൻ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മരിയ മെജോര ബസിലിക്കയിൽ ജീവിക്കണം, അവസാനത്തെ കാലഘട്ടം തൻ്റെ അടക്കം അവിടെയായിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഒന്നും എഴുതരുത്, കല്ലറയുടെ പുറത്ത് ഫ്രാൻസിസ്കുസ് മാത്രം എഴുതണമെന്ന് പറഞ്ഞു. പുഷ്പങ്ങൾ വെക്കരുത്, അലങ്കരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്താണോ പറഞ്ഞത് അത് ജീവിക്കുകയും എന്താണോ ജീവിച്ചത് അത് പറയുകയും ചെയ്ത ഒരു പാപ്പയായിരുന്നു. ക്രിസ്തുവിനെ പോലെ ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച ഒരു പാപ്പയാണ്. അതുകൊണ്ട് ഈ പാപ്പയുടെ നേരിട്ട് കാണുകയും പാപ്പ ജീവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവസാനം പാപ്പയുടെ ഈ അന്ത്യസമയത്ത് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പാപ്പയോട് പ്രാർത്ഥിക്കുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിലുണ്ടെന്ന സന്തോഷത്തിലാണ് കത്തോലിക്ക സഭയും ലോകം മുഴുവനും.